ഹലോ ശരത്ത് കൊച്ചിക്കാരനാണ്. ഞാൻ പുതിയൊരു വീഡിയോ ഇട്ട് വന്നതാണ്. അല്ല, ഇന്ന് കുറച്ച് ലേറ്റ് നൈറ്റിലാണ് വീഡിയോ ചെയ്യാനായിട്ടാ. ഒന്നും തോന്നരുതും, അത് വേറെ ഒന്നുമല്ല. എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയ ദിവസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിയുടെ കുറച്ച് വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിരുന്നു വെച്ച്. അപ്പം ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രത്യേക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീമിനെ അഭിനന്ദിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് ഇന്ത്യ അയർലാൻഡ് സീരീസ് തൂത്തുവാരിയ അയർലാൻഡ് ടീമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. പിന്നെ ഇന്ത്യൻ ടീമിന് കുറച്ച് അഹങ്കാരം, ഇത്തിരി അഹങ്കാരം കൂടിപ്പോയെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ വേറെ ഒന്നല്ല, ഇപ്പം എൻ്റെ ഒരു പൊതുവായ അഭിപ്രായമാണ് പറയണത്. എൻ്റെ ഒരു അഭിപ്രായമാണ്, പൊതുവായ അഭിപ്രായമല്ല, സോറി, എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. ഈ സൂര്യകുമാർ യാദവിന് ഇപ്പം ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് ഒറ്റയടിക്ക് മാറ്റേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചാൻസും കൂടി കൊടുത്തിട്ട് വേണം. ഒരു ലോകകപ്പ് അടിച്ചിട്ട് പിന്നെ ഇന്ത്യൻ നായകനായ സൂര്യകുമാർ യാദവ് പിന്നെ കളിച്ചിട്ടില്ല. ഓക്കെ, സൂര്യകുമാർ യാദവ് ഫോം ഔട്ട് ആയിരുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നിട്ടും ഇന്ത്യ ലോകകപ്പ് അടിച്ച്. അപ്പോൾ ഇനി ഒരു സീരീസും കൂടി, ഒന്നോ രണ്ടോ സീരീസും കൊടുത്തിട്ട് അയാളെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. പിന്നെ അതുകൂടാതെ ഇന്ത്യൻ ബാറ്റിങ്ങിനെ കുറിച്ച് ഒന്നും പറയാനില്ല, ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്ത്യൻ ടീമിലെ സെലക്ടർമാരെയൊക്കെ തന്നെ നോക്കട്ടെ. ഇപ്പം സഞ്ജു സാംസണെയും നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ള, ഇപ്പോൾ ഒരാളുടെ മേത്തോട്ട് മാത്രം വെച്ചിട്ട് ഈ സീരീസ് ഒന്നും മാറ്റാൻ പറ്റില്ല. അപ്പം ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തന്നെ തീരുമാനിക്കട്ടെ ഇന്ത്യൻ ടീമിനെ എങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ വന്ന വേറെ ഒന്നിനുമല്ല. അപ്പം അയർലാൻഡ് ടീമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഈ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. കുറച്ച് ആളത്തേക്ക് എനിക്ക് കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങൾ കാരണം വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇന്നും ചെയ്യണമെന്ന് വിചാരിച്ചതൊന്നുമല്ല, പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെയ്തു പോയതാണ്. അപ്പം ഈ ഒരു അഭിനന്ദനം കൊടുത്തില്ലെങ്കിൽ അതൊരു മോശമായിട്ട് തോന്നും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഈ യാത്ര വരുന്നത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. സൈനിങ് ഔട്ട് ഓഫ് ശരത്ത് കൊച്ചിക്കാരൻ.